ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ ഞാൻ എന്തൊക്കെയാണ് ഷിപ്പിൽ ചെയ്യുന്നത്, എൻ്റെ ഷിപ്പിലെ കുറച്ച് വീഡിയോസിൻ്റെ കാഴ്ചകൾ, എന്തൊക്കെയാണ് എൻ്റെ ജോലി, അപ്പോൾ അതൊക്കെ റീലാക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇനി മുതൽ അങ്ങനത്തെ വീഡിയോസ് കാണാം നിങ്ങൾക്ക്. ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വർക്കിൽ 2 മണിക്കൂറിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഗസ്റ്റിൻ്റെ ലിഫ്റ്റ് ഫ്ലോർ മാർബിൾ പോളിഷിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ് നിങ്ങൾ ഈ ബക്കറ്റ് ഇപ്പോൾ കണ്ടത്. അതൊരു KP95 എന്നാണ് ഒരു പൗഡറാണ്. അപ്പോൾ അതുപയോഗിച്ചാണ് നമ്മുടെ ഗസ്റ്റിൻ്റെ ലിഫ്റ്റിനകം ഫ്ലോർ മാർബിൾ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്ക് ഉപയോഗിക്കുന്ന മെഷീനാണ് നിങ്ങൾ നേരത്തെ കണ്ടത്, ബഫിംഗ് മെഷീൻ. അപ്പോൾ അതിനേക്ക് ഉപയോഗിക്കുന്ന സ്ക്രബിംഗ് പാഡാണ് നിങ്ങളിപ്പോൾ ഫ്ലോറിൽ കാണുന്നത്, ഒരു ഗ്രേ കളർ സ്ക്രബിംഗ് പാഡ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പം ഫ്ലോറിൽ ആ ഒരു പൗഡർ ഒരു സ്പൂണ് പൗഡർ ഇട്ടു. അപ്പോൾ ഞാൻ ഈ മെഷീൻ ഉപയോഗിക്കുകയാണ്. ഇതാണ് ബഫിംഗ് മെഷീൻ. അപ്പോൾ നമ്മൾ ഫ്ലോർ ബഫ് ചെയ്യാനും നല്ല സ്ക്രബ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്നത് ഈ മെഷീനാണ്. ഈ മെഷീനിൽ ഇഷ്ടംപോലെ പാഡുണ്ട്, നമ്മൾ പോളിഷിങ്ങിൻ്റെയും സ്ക്രബിങ്ങിൻ്റെയും പെയിൻറ്റ് റിമൂവർ, അങ്ങനെ ഇഷ്ടംപോലെ പാഡുകൾ ഐറ്റം ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പൗഡർ ജസ്റ്റ് നമ്മളൊന്ന് ബഫ് ചെയ്ത് വിടുക. ബഫ് ചെയ്ത് നല്ല പോളിഷ് ആയതിനു ശേഷം നിങ്ങൾക്ക് ആ മാർബിൾ ഇപ്പോൾ കാണാം ആ ഒരു ഗ്ലൈസിങ്. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് വാക്യൂം അടിച്ച് വിടുകയാണ്. വാക്യൂം അടിച്ച് ആ ഒരു ഫുള്ള് ഡസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മളത് കഴിഞ്ഞ് വീണ്ടും ഒരു ലിക്വിഡ് ഉപയോഗിക്കും. നെക്ടോ ക്ലിയർ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് ഉപയോഗിക്കും. അപ്പോൾ അതിനേക്ക് മുമ്പായിട്ട് നന്നായി ക്ലിയറായിട്ട് ആ ഒരു പൗഡറിനെ മൊത്തം വാക്യൂം അടിച്ച് മാറ്റണം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചീഫും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ കെമിക്കൽ, നെക്ടോ ക്ലിയർ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കലാണ് നമ്മൾ അടുത്ത് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോസസ്സാണ് ആ ഒരു ബഫിംഗ് മെഷീൻ വീണ്ടും യൂസ് ചെയ്യുക, ബഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിനെ വാക്യൂം അടിച്ച് മാറ്റുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ 2 മണിക്കുള്ള പണി. അപ്പം താങ്ക്സ്.